ബീഹാർ ബി.ഡി വിവാദത്തിൽ കെ.പി.സി.സി ഡിജിറ്റൽ വിഭാഗത്തിന്റെ പിഴവിൽ കേരളത്തിലെ നേതാക്കളിലും തർക്കം. എ.ഐ.സി.സി കർശന നടപടി ആവശ്യപ്പെടുമ്പോഴും പരസ്പരം പഴിചാരി നേതാക്കൾ. കെ.പി.സി.സി ഡിജിറ്റൽ വിഭാഗത്തിനെതിരെ അതൃപ്തി പ്രകടമാക്കി കഴിഞ്ഞ ദിവസം വി.ഡി സതീശനും രംഗത്തെത്തിയിരുന്നു. വി.ടി. ബൽറാം നേതൃത്വം നൽകിയിരുന്ന കെ.പി.സി.സി ഡിജിറ്റൽ വിഭാഗത്തിനെതിരെ നേരത്തെ തന്നെ കോൺഗ്രസിൽ പരാതിയുണ്ട്. ചിലരെ വാഴ്ത്താനും ചിലരെ വീഴ്ത്താനും ഡിജിറ്റൽ വിഭാഗം ശ്രമിച്ചുവെന്നാണ് പരാതി. പ്രവർത്തകർക്ക് സോഷ്യൽ മീഡിയയിൽ വേണ്ട കണ്ടന്റ് നൽകുന്നതിന് പകരം ചിലരുടെ റീൽസ് പ്രൊമോഷൻ മാത്രമായി ഡിജിറ്റൽ വിഭാഗം മാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട രമേശ് ചെന്നിത്തല മുതൽ ഉമാ തോമസ് വരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു. കെ.പി.സി.സി ഡിജിറ്റൽ വിഭാഗത്തിലെ ചിലർ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുവെന്നാണ് പരാതി. അവസാനം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ വി.ഡി സതീശനു നേരെ തന്നെ ഇവർ തിരിഞ്ഞു. ഇതിലുള്ള അതൃപ്തി വി.ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ വ്യക്തമാണ്. അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. കെ.പി.സി.സി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് കെ.പി.സി.സി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. ഡിജിറ്റൽ വിഭാഗത്തിന്റെ അധ്യക്ഷ പദവി വഹിച്ചിരുന്ന വി.ടി. ബൽറാമിനെ പദവിയിൽ നിന്ന് നീക്കിയെന്നാണ് വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ നേതാക്കൾ രണ്ട് തട്ടിലാണ്. ബലറാമിനെ ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? ഡിജിറ്റൽ മീഡിയ നോ തെറ്റായ വാർത്ത. അതിനെ ചുമതല ഏൽപ്പിച്ചിരുന്ന ശ്രീ വി.ടി. ബൽറാം ആ സ്ഥാനത്തു നിന്നും അദ്ദേഹം ഒഴിയുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പം അത് സ്വാഭാവികമായി പുനഃസംഘടന നടത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. അതേസമയം രാജ്യത്ത് ബി.ജെ.പിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ഐക്യനിരയ്ക്ക് വിള്ളൽ വീഴ്ത്തുന്നതായി കെ.പി.സി.സി ഡിജിറ്റൽ വിഭാഗത്തിന്റെ വിവാദ പരാമർശമെന്നാണ് എ.ഐ.സി.സിയുടെ വിലയിരുത്തൽ. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലുമാണ്. അതുകൊണ്ട് തന്നെ കർശന നടപടി വേണമെന്നാണ് എ.ഐ.സി.സിയുടെ നിലപാട്. വിവാദത്തിൽ ഹൈക്കമാൻഡ് കെ.പി.സി.സി നേതൃത്വത്തോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.